Hi everyone, my name is Harsha and welcome back. In this video, we will pregnancy and coronavirus mix ചെയ്തിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമ്മൾ pregnancy series ചെയ്യാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു pregnancy and coronavirus ഈ ഒരു ടോപ്പിക്കും കൂടെ നമുക്ക് കവർ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണല്ലോ, കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും അല്ലേ. ശരിക്കും ഈ pregnancy ടൈം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ടൈമാണ് അല്ലേ, എല്ലാവർക്കും. പക്ഷേ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ക്ഷണിക്കാത്തൊരു അതിഥി നമ്മുടെ ഇവിടെ ലോകത്ത് വന്നേക്കുന്നത് കാരണം നമുക്ക് കുറച്ച് നമ്മൾ ടെൻസ്ഡാണ് സിറ്റുവേഷൻ വെച്ചിട്ട് അല്ലേ. ആ ഒരു അതിഥി വേറെ ആരുമല്ല, ഒബ്വിയസ്ലി കൊറോണ വൈറസ് തന്നെയാണ്. ഈ ഒരു കൊറോണൻ്റെ ടൈമിൽ പ്രഗ്നൻസി എങ്ങനെ ആവണം, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയാലും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്, എനിക്കറിയാവുന്ന കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോ കണ്ടു നോക്കാം. ഈ ഒരു കൊറോണ ടൈമിൽ നമ്മൾ പ്രഗ്നൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ജനറൽ ആൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കുന്നത്, ഒരു പ്രഗ്നൻറ്റ് ലേഡിയും അതുപോലത്തെ പ്രിക്കോഷൻസ് തന്നെ എടുക്കണം. പക്ഷെ കുറച്ചും കൂടി സീരിയസ് ആയിരിക്കണം. കാരണം നമുക്ക് നമ്മുടെ കാര്യം മാത്രമല്ല, നമുക്ക് കുഞ്ഞിൻ്റെ കാര്യവും നമ്മൾ ആ സമയത്ത് നോക്കണം. ആൻഡ് ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെയും ഒരു ഡേറ്റ ഒരു സ്റ്റഡിയിലും പറയുന്നില്ല ദാറ്റ് പ്രഗ്നൻറ്റ് ലേഡിക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞിനെയും കോവിഡ് വരും എന്നുള്ളത്, അല്ലെങ്കിൽ കോവിഡ് ബാധിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും അതിൻ്റെ എഫക്റ്റ് വരും എന്നുള്ളത് അങ്ങനെ ഒരു സ്റ്റഡിയും ഒരു ഡേറ്റയും നമുക്ക് ഇതുവരെ അവൈലബിൾ അല്ല. സോ നമുക്കതൊരു 100% ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല ദാറ്റ് യെസ് ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണ്, എനിക്ക് കോവിഡ് ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അത് എന്തെങ്കിലും രീതിയിൽ ബാധിക്കും എന്നുള്ളത്. അൺടിൽ ആൻഡ് അൺലെസ് നമുക്ക് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞിനെ അത് ബാധിക്കരുത്, നമ്മളെ ബാധിക്കും. നമ്മളെ ബാധിക്കുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു കുഞ്ഞിനെ ബാധിക്കും, അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കുഞ്ഞിനെ അത് ബാധിക്കത്തില്ല. നമ്മൾ ജനറലി നമ്മളിപ്പോൾ എടുക്കുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? ഫ്രീക്വൻ്റ്ലി ഹാൻഡ് വാഷ് ചെയ്യുക. ഒബ്വിയസ്ലി നമ്മൾ കൈ എവിടെ പോയിട്ട് വന്നാലും എവിടെ പോവുകയാണെങ്കിലും നമ്മൾ കൈയൊക്കെ നന്നായിട്ട് കഴുകുക. മാക്സിമം നിങ്ങൾ ഗ്ലവ്സ് യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. സെക്കൻഡ് കാര്യം എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈജീൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുളിക്കുക, മാസ്ക് ഉപയോഗിക്കുക. അത് ഇല്ലാണ്ട് നമ്മൾ ഒരിക്കലും പുറത്ത് പോകരുത്. വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം പുറത്ത് തന്നെ ഇടുക. തേർഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. പുറത്ത് പോവുകയാണെങ്കിൽ ഒരുപാട് ആൾക്കൂട്ടം ഉള്ളിടത്തൊന്നും പോവാതിരിക്കുക, ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ നിൽക്കുക. ഇൻ കേസ് ആരും അത് പാലിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി ആയിട്ട് എടുത്ത് നമ്മളത് ആൾക്കാരുടെ അടുത്ത് പറയാം. ആൾക്കാർ എന്ത് വിചാരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. ആൾക്കാർ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കത് റെസ്പോൺസിബിൾ ആയിട്ട് അവരോട് പറയാം, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കൂ. അവർക്ക് വേണ്ടിയിട്ടും നല്ലതാണ്, നമുക്ക് വേണ്ടിയിട്ടും നല്ലതാണ്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഡെയിലി സ്റ്റീം എടുക്കുക, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സ് എങ്കിലും സ്റ്റീം എടുക്കുക. തുളസി ഇല ഇട്ടിട്ട് എന്തെങ്കിലും നല്ല ഹേർബ് ഇട്ടിട്ട് നന്നായിട്ട് സ്റ്റീം എടുക്കുന്നതും ഒരുപാട് നല്ലതാണ്. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സുകൾ, നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഡെറ്റോൾ വെച്ചിട്ട് മാത്രം, അതായത് ആൻറ്റിസെപ്റ്റിക് ലിക്വിഡിൽ നന്നായിട്ട് വാഷ് ചെയ്യുക. പ്രഗ്നൻറ്റ് ലേഡീസൊക്കെ സ്പെഷ്യലി ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് ട്രാവൽ മാക്സിമം ഒഴിവാക്കാം. നമുക്ക് അത്രയും അർജൻറ്റ് ആണെങ്കിൽ മാത്രം ട്രാവൽ ചെയ്യുക. പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഒരുപാട് ഒഴിവാക്കാൻ പറ്റാത്ത യാത്ര ആണെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു പീരീഡിൽ ട്രാവൽ ചെയ്യാം. എന്ന് പറയുന്നത് ഡോക്ടറിൻ്റെ വിസിറ്റ് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ ഒരു ടൈമിൽ മാത്രം പോവുക. അല്ലാണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോകാനായിട്ട് നമ്മൾ നോക്കണ്ട. അതല്ല ചെറിയൊരു പനി വന്നു അപ്പോൾ പോവുക, ചെറിയൊരു ജലദോഷം വന്നു അങ്ങനെ പോവുക, അതിനൊന്നും ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നമ്മൾ നോക്കണ്ട. കാരണം ഹോസ്പിറ്റൽസിൽ നിന്നും ചിലപ്പോൾ നമുക്ക് വൈറസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു രീതിയിലുള്ള അസുഖം വരാതിരിക്കാനായിട്ട് നോക്കുക. അതായത് തൊണ്ടവേദന, ജലദോഷം, പനി, കാരണം ഈ ഒരു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഈ പനി, ജലദോഷം, ചുമ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുത്താതിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അതായത് അങ്ങനെ വരുന്നു, നിങ്ങൾ എന്തെങ്കിലും കുടിച്ചോ കഴിക്കുകയോ ചെയ്തിട്ട് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. തണുത്ത വെള്ളം ഒന്നും കുടിക്കാതിരിക്കുക. തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ടപ്രശ്നമായി കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അപ്പോൾ ഈ ഡോക്ടറിൻ്റെ വിസിറ്റ് എന്ന് പറയുന്നത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക്
വേറെ ഒരു അസുഖം വരാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. ഒരുപാട് ഡേറ്റ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. എങ്ങനെയാണോ ഒരു ജനറൽ ആൾക്ക് എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെയാണ് ഒരു പ്രഗ്നൻ്റ് ആൾക്കും വരുന്നത്. പക്ഷേ നമുക്ക് എന്തെങ്കിലും ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആളാണെങ്കിലൊക്കെ മാത്രമേ നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ എന്തെങ്കിലും വരുള്ളൂ. ചിലർക്കൊന്നും ഒരു സിംറ്റമും ശരിക്കും ഈ കോവിഡിന് വരുന്നില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ മാത്രം നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബേബീനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല ദാറ്റ് നമ്മുടെ ബേബീനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് ഒരു ഡിസിഷൻ പറയാൻ പറ്റത്തില്ല. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പനി ജലദോഷം വന്നു. പക്ഷെ അത് യൂറിൻ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടായിരുന്നു. പക്ഷേ എനിക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഒരു പ്രഗ്നൻ്റ് ആണ്, പനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഡൗട്ട് വരും. കാരണം നമ്മുടെ വീട്ടിലെ ആൾക്കാർ പുറത്ത് പോയിട്ടൊക്കെ വരുന്നതാണ്. അത് കാരണം നമുക്കൊരു ഡൗട്ട് വന്നു. പ്രഗ്നൻറ്റ് ലേഡീസിന് ഈ സമയത്ത് പ്രതിരോധ ശക്തി കുറച്ച് കുറവായിരിക്കും കമ്പാരിറ്റീവ് ടു ജനറൽ ആൾ. അത് കാരണം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എസ്പെഷ്യലി 3rd ട്രൈമസ്റ്ററിലൊക്കെ നമുക്ക് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ്. ഇമ്മ്യൂണിറ്റി ഒക്കെ തീരെ കുറവായിരിക്കും. അത് കാരണം നമ്മൾ ഒരിക്കലും നമുക്കൊരു പനി ജലദോഷം അങ്ങനെ വരാതിരിക്കാനൊക്കെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. ആൻഡ് ഒരു മെഡിസിനും നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മെഡിസിൻ സ്വന്തമായിട്ട് എടുക്കരുത്. നമുക്ക് ഡോക്ടർ എന്തെങ്കിലും മെഡിസിൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ മെഡിസിൻ എടുക്കുക. ചില ഡോക്ടർ വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, ഈ ടാബ്ലറ്റ്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും റെക്കമെൻഡ് ചെയ്തില്ല. കാരണം എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആണെന്ന് അറിഞ്ഞു. അത് കാരണം ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് വെള്ളം കുടിക്കുക, അതിനുള്ള മരുന്ന് തന്നു. അല്ലാണ്ട് വേറൊരു മരുന്നും എനിക്ക് തന്നില്ല. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും പനി ജലദോഷം അങ്ങനത്തെ ഒരു സിംറ്റം കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ ടോട്ടലി ഐസൊലേറ്റ് ചെയ്യുക. കാരണം യു നെവർ നോ, അവർ മേ ബി പോസിറ്റീവ് ആയിരിക്കാം. പക്ഷെ അത് കാരണം ചെറിയൊരു പനി ജലദോഷം വന്നു കഴിഞ്ഞാൽ തന്നെ ടോട്ടലി ഐസൊലേറ്റ് ആക്കുക അവരെ. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ശരിക്കും പ്രഗ്നൻസി ആൻഡ് കൊറോണ വൈറസും തമ്മിലുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഡയറക്റ്റ്ലി എല്ലാവർക്കും ഉള്ള ഒരു പേടി എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആണ്, കുഞ്ഞിനെ എഫക്റ്റ് ആവുമോ, ഡയറക്റ്റായിട്ട് കുഞ്ഞിനെ എഫക്റ്റ് ആവുമോ എന്നുള്ള ഒരു സ്റ്റഡിയിലും പറയുന്നില്ല. പക്ഷേ പറയുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ലീനിയൻ്റ് ആവരുത്. നമ്മൾ എക്സ്ട്രാ കെയറോട് കൂടി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പ്രഗ്നൻറ്റ് ലേഡീസിന് കമ്പാരിറ്റീവ്ലി ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പം പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പെട്ടെന്നുള്ള അസുഖങ്ങൾ വരും നമ്മൾ ഡോക്ടറിനെ കാണണം. ആ ഡോക്ടറിനെ കാണുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ടൈമിൽ മതി നമുക്ക് ചിലപ്പം നമുക്ക് കോവിഡ് വരാനും ഒക്കെ ആയിട്ട്. ആൻഡ് നമ്മൾ പുറത്ത് ആൾക്കാർ, നമ്മുടെ വീട്ടിൽ നിന്നുള്ള ആളുകൾ പുറത്ത് പോയിട്ടൊക്കെ വരികയാണെങ്കിൽ ഇമീഡിയറ്റ്ലി അവരോട് പറയുക കുളിക്കുക, അല്ലെങ്കിൽ കൈ കഴുകുക, നന്നായിട്ട് അവരുടെ ഹൈജീൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. അതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ആൻഡ് ഡയബറ്റീസ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ ലങ്സ് എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ആളാണെങ്കിലൊക്കെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനത്തെയൊക്കെ ആൾക്കാരാണെങ്കിൽ നമുക്ക് ഡോക്ടറിനോട് അഡ്വൈസ് ചെയ്തിട്ട് ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുത്തിട്ട് നമുക്ക് ഡോക്ടർ എന്താണോ നമുക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആ മെഡിസിൻ നമുക്ക് എടുക്കാം. അല്ലാണ്ട് സ്വന്തമായിട്ട് കേൾവി വെച്ചിട്ട് നമ്മൾ ഒരു മെഡിസിനും എടുക്കാൻ പോകരുത്. അത് ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിനെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ 3 കാര്യങ്ങളേ ചെയ്യേണ്ടതുള്ളൂ: ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് ഇനിയും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.